വെൽക്കം ടു മല്ലു ക്യൂളർ. ഡിസ്കസ് ചെയ്യാനുള്ളത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സൻ്റെ ട്രാൻസ്ഫർ പ്രയോറിറ്റീസ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അതായത് ഏതൊക്കെ പൊസിഷനിലേക്കുള്ള പ്ലേയേഴ്സിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അതാണ് ഒരു പോയിന്റ്. പിന്നെ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട് കൊബി മൈനോൻ്റെ കേസിൽ. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവാർ പോസ്റ്റ് ഇട്ട് നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടാണ് കൊബി മൈനോൻ്റെ കാര്യം ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ പോർഷൻ കാണുന്നില്ല, ഞാൻ ടൈമിലേയും കൊടുക്കാം. ഓക്കെ, കൊബിമൈനെ കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ ബാഴ്സൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വരികയാണെങ്കിൽ റിപ്പോർട്ട്സ് ഒക്കെ ഒരേപോലെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇഫ് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അലോസ് നമുക്ക് സൈനിങ്സ് ഉണ്ടാവും. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സൈനിങ്സ് ഉണ്ടാവും. അപ്പോൾ സൈനിങ്സ് ഗ്യാരണ്ടീഡ് അല്ല. അപ്പം ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അതിന് അലോ ചെയ്യില്ല എന്നുള്ള ഫൈനൽ റിപ്പോർട്ടും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ അലോ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പ്ലെയർ സൈൻ ചെയ്യണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സപ്പോസ് ഒരു പ്ലെയർ മാത്രമേ നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് ഏത് പൊസിഷനിലേക്കായിരിക്കണം. ഇഫ് നമുക്ക് 2 പ്ലെയറെ പറ്റുമെങ്കിൽ അത് ഏതൊക്കെ പൊസിഷനിലേക്കായിരിക്കണം. നമുക്ക് 3 പ്ലെയറെ പറ്റുമെങ്കിൽ അത് ഏതൊക്കെ പൊസിഷനിലേക്കായിരിക്കണം, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 3 പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് LCB റോളെന്ന് തുടങ്ങാം. നമ്മൾ ഈ ഒരു ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആ ഒരു LCB റോളാണ്. ഓക്കെ, അപ്പം നമുക്ക് RCB ഉണ്ട് അവിടെ. അപ്പോൾ RCB അവിടെ കുബാർസി ഉണ്ട്. ഇനിയിപ്പം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി വന്നു കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ നമുക്ക് അറാഹോൻ്റെ പേര് പറയാം. പിന്നെ ക്രിസ്ത്യൻസൺ ഉണ്ട്. ക്രിസ്ത്യൻസനൊക്കെ RCB ആണ്, LCB അല്ല. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു LCB ആയിട്ട് അവിടെ നിൽക്കുന്നത് നിലവിൽ ജെറാർഡ് മാർട്ടിൻ മാത്രമാണ്. ജെറാർഡ് മാർട്ടിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, ജെറാർഡ് മാർട്ടിൻ കുബാർസി കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ അറിയാലോ, ഒരു ബിഗ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല ജെറാർഡ് മാർട്ടിൻ. എന്ന് വെച്ചിട്ട് ജെറാർഡ് മാർട്ടിൻ മോശമായിട്ട് കളിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഹീസ് പ്ലേയിങ് റിയലി ഗുഡ്. കഴിഞ്ഞ സീസണിൽ ഇന്ററിനെതിരെ നമ്മൾ കണ്ട ഒരു ജെറാർഡ് മാർട്ടിൻ അല്ല ഇപ്പം കാണുന്നത്. എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് ബാക്ക് റോള് കളിക്കുമ്പോഴും സെൻട്രൽ ബാക്ക് റോള് കളിക്കുമ്പോഴും അപ്പം എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്റ്റിൽ ആൾ വളരെ യങ്ങാണ്, 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷെ ആൾക്ക് കുറച്ച് ഡിഫെൻസീവ് അവയർനെസ്സിൻ്റെ പ്രശ്നം. ഒരു പ്ലെയർ ബോളായിട്ട് ജെറാർഡ് മാർട്ടിൻ്റെ മുന്നിൽ ഓടുന്ന സമയത്ത് ചേസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രശ്നം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ട്. കളി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് സെൻറ്റർ ബാക്കിനെ നമുക്കവിടെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതിനായിരിക്കണം നമ്മൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നമുക്ക് ഒരു സൈനിങ് നടത്താൻ വേണ്ടി പറ്റുമെങ്കിൽ. ഓക്കെ, അതിന് നമ്മൾ സമ്മർ വരെ കാത്തിരിക്കരുത്. നമ്മൾ അതിനെ അടിയന്തരമായിട്ട് ജനുവരിയിൽ തന്നെ തീർപ്പാക്കണം എന്നുള്ളതാണ്, അറ്റ് എനി കോസ്റ്റ്. പിന്നെ നമ്മുടെ സ്കൗട്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം, അത് ഞാൻ 3 സൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈമറി പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ വേറൊരു പ്രയോറിറ്റി കൊടുക്കേണ്ട റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ റൈറ്റ് ബാക്ക് റോൾ. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ബാക്ക് റോളിൽ പ്രധാനമായിട്ടും നമുക്കുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജൂൾസ് കൂണ്ടെയാണ്. ജൂൾസ് കൂണ്ടെ കഴിഞ്ഞ സീസണിൽ ഹി വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്. പക്ഷേ ഈ സീസണിൽ ആൾ ഭയങ്കര പാത്തറ്റിക് ആണ്. കഴിഞ്ഞ മാച്ചിൽ 2 ഗോളൊക്കെ അടിച്ചു എന്ന് പറയുമെങ്കിൽ പോലും ആസ് എ റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ആളുടെ പെർഫോമൻസ് ഒട്ടും കൺവിൻസിങ് അല്ല. അപ്പോൾ അവിടെ കൂണ്ടനെ ബെഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രോപ്പർ ബാക്കപ്പ് എന്നല്ല, ഒരു പ്രോപ്പർ കൂണ്ടനെ ബെഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അമ്മാതിരി ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറെ തന്നെ നമ്മൾ കൊണ്ടുവരണം. അതായിരിക്കണം നമ്മുടെ ഒരു സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വരുന്ന ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ. അപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും വേണ്ടി പറ്റുന്ന വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരണം. ഓക്കെ, അപ്പം കഴിഞ്ഞ സീസണിൽ ഹി വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഈ സീസണിലേക്ക് വരുന്ന സമയത്ത് ആൾക്ക് വയ്യ. എനിക്ക് തോന്നുന്നു ഫെറ്റീഗനാണ് ആളെ അലട്ടുന്ന മെയിൻ പ്രശ്നം. അത് ആളെയും എത്രത്തോളം കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ കഴിഞ്ഞ സീസണിൽ ആൾ നിരന്തരം യമാലിനൊക്കെ സപ്പോർട്ട് കൊടുക്കുമായിരുന്നു. ഈ വർഷത്തിലേക്ക് വരുന്ന സമയത്ത് ആ സപ്പോർട്ടൊക്കെ ശരിക്കും മിസ്സിങ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ പ്രശ്നം നമ്മൾ കൂണ്ടൻ്റെ കേസ് പറയുമ്പോൾ അവിടെ ഉണ്ട്. അപ്പം ഒരു ഫ്രഷ് ലെഗ് വന്നു കഴിഞ്ഞാൽ ആ ഫ്രഷ് ലെഗിനും ചാൻസ് കൊടുത്ത് കൂണ്ടനെ അത്യാവശ്യം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് നെക്സ്റ്റ് സീസൺ ആകുമ്പോഴേക്കും കൂണ്ടെ ബാക്ക് ടു ഹിസ് ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഫോമിലേക്ക് എത്തും. അതുപോലെ തന്നെ അവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും വരും. ഓക്കെ, അപ്പോൾ അതാണ് വാൻഡർസണൊക്കെ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി പോകേണ്ടത്. പിന്നെ തേർഡ് പ്രയോറിറ്റി പോകേണ്ടത് മിഡ്ഫീൽഡിലേക്കാണ്. ഫൈനൽ തേർഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും ഫൈനൽ തേർഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ
റാഫീഞ്ഞ ഉണ്ട്, ലെവൻഡോസ്കി ഉണ്ട്, ഫെറാൻ ടോറസ് ഉണ്ട്, റോണി ബർദാജി ഉണ്ട്, ലാമിൻ യമാൽ ഉണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്. അപ്പം ഇവരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഇഞ്ചുറി ക്രൈസിസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തായാലും പ്ലേയേഴ്സ് വേണം. ഇപ്പം മിഡ്ഫീൽഡിൽ ഡാനി ഓൾമ അവൈലബിൾ അല്ല, പലപ്പോഴും ഫെർമി അവൈലബിൾ അല്ല, ചില സമയത്ത് പെഡ്രി അവൈലബിൾ അല്ല, ചില സമയത്ത് ഫ്രങ്കി അവൈലബിൾ അല്ല, ചില സമയത്ത് കസാഡ് അവൈലബിൾ അല്ല. അപ്പം അവിടെ അവൈലബിലിറ്റിൻ്റെ പ്രശ്നം, പിന്നെ ഗാവി അവൈലബിൾ അല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അവിടേക്ക് ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. ഫസ്റ്റൊക്കെ നമ്മൾ വിചാരിച്ച് മിഡ്ഫീൽഡിലേക്ക് തന്നെ സൈനിങ്, മിഡ്ഫീൽഡിൽ ഓൾറെഡി പ്ലെയേഴ്സ് ഫിൽഡ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഇതാണ് പ്രശ്നം. എസ്പെഷ്യലി ഈ ഫ്ലിക്കിൻ്റെ സീസൺ രണ്ടാമത്തെ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഫ്ലിക്കിൻ്റെ സെക്കൻഡ് സീസൺ ആവുന്ന സമയത്ത് പ്ലേയേഴ്സിന് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. കാരണം നമ്മൾ അമ്മാതിരി ഇൻറ്റൻസിറ്റിയിലാണ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് ഒരു അഡീഷൻ മതി, അതിൽ കൂടുതൽ വേണ്ട. മിഡ്ഫീൽഡിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം അവിടെയാണ് ശരിക്കും കൊബി മൈനുവിൻ്റെ കേസ് വരുന്നത്. കൊബി മൈനു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്ന പ്ലെയറാണ്, ഇംഗ്ലീഷ് ഇൻ്റർനാഷണലാണ്, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഓക്കെ, പക്ഷേ ഈ മൈനുവിൻ്റെ കേസ് നിലവിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റൂബൻ അമോറും ആളെ ഒട്ടും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, ആൾക്കൊരു വിലയെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പല സമയത്തും ടീമിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പ്ലെയർ ആയിട്ട് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പേരെന്തായിരുന്നു, ഉഗാർട്ടേക്ക് അവസരങ്ങൾ കൊടുക്കും. പക്ഷെ ഒരു സബ്ബായിട്ട് പോലും, ഒരു 90 മിനിറ്റിന് ശേഷമുള്ള ഒരു സബ്ബായിട്ട് പോലും പലപ്പോഴും മൈനുവിന് അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, മൈനു ഭയങ്കര ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്, ഒരു വണ്ടർ കിഡ് എന്ന ലേബലിൽ വന്നതാണ്. അദ്ദേഹം പല ബിഗ് ഗെയിംസിലും ലിവർപൂളിനെതിരൊക്കെ തന്നെ നല്ല പെർഫോമൻസ് പുറത്തെടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ടെക്നിക്കൽ എബിലിറ്റി ഉള്ള പ്ലെയറാണ്. പക്ഷെ എന്തുകൊണ്ടോ റൂബൻ അമോറിമിനെ ഇഷ്ടപ്പെടാത്ത ഒരു പ്ലെയറായിട്ട് മാറി. അങ്ങനെ ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ മനുഷ്യൻ. ഓക്കെ, അത്രയും ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയർ ബെഞ്ചിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടം തോന്നാം. കഴിഞ്ഞ സീസണിൽ യൂറോ കപ്പിൽ, അതായത് 2024 യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ചില മാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. അപ്പം അത്രയും ക്വാളിറ്റി ഉണ്ട് ആൾക്ക്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സീസണിൽ ആൾ കളിക്കാത്തത് കൊണ്ട് തന്നെ 2026 വേൾഡ് കപ്പിലുള്ള സ്ഥാനം പോലും ക്വസ്റ്റ്യനിലായിട്ടുണ്ട് ശരിക്കും. ഓക്കെ, എലിയട്ട് ആൻഡേഴ്സണെ പോലത്തെ പ്ലേയേഴ്സൊക്കെ അവിടെ റൈസ് ചെയ്ത് വരികയാണ്, ആഡം വാർണറെ പോലത്തെ പ്ലേയേഴ്സ് റൈസ് ചെയ്ത് വരികയാണ്. അതിൽ ഇനി ഒരു സ്ഥാനം മൈനുവിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഇതുവരെ ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ആൾക്ക് കാര്യമായിട്ട് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ മൈനുവിന് ഇനി വേണ്ടത് എന്താണ്? മിനിറ്റ്സ് ആണ്. ഓക്കെ, തൻ്റെ എബിലിറ്റി പ്രൂവ് ചെയ്യാൻ മിനിറ്റ്സ് ആണ്. അതെന്തായാലും യുണൈറ്റഡിൽ നിന്ന് കിട്ടൂല. അപ്പോൾ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് ആൾ പോകും. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് ഒരു ചൂണ്ടെറിയാം എന്നുള്ളതാണ്. ഞാൻ ആളെ പോയിട്ട് സൈൻ ചെയ്യണം എന്നല്ല പറയുന്നത്, ലോണിൽ കൊണ്ടുവരാം. ഓക്കെ, അത് മേ ബി നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. കാരണം ആൾ വളരെ കുറച്ച് വേജേ വാങ്ങുന്നുള്ളൂ. ഓക്കെ, കഴിഞ്ഞ സമ്മറിൽ ആൾ 200K വേജസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ വിഷയം. അപ്പം ചെറിയ വേജ് വാങ്ങുന്ന പ്ലെയറാണ്. മേ ബി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലോണിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റിയേക്കാം. കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി നല്ലൊരു അഡീഷനായി മാറും, സംശയമില്ല. കാരണം ഹീസ് എ ടോപ്പ് ക്വാളിറ്റി പ്ലെയർ. ഓക്കെ, ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ ഉള്ള പ്ലെയറാണ്. ഹീസ് എ ഗുഡ് ക്യാരിയർ. അത്യാവശ്യം നല്ല രീതിക്ക് ബോൾ ക്യാരി ചെയ്യും, കുറച്ച് ഫിസിക്കാലിറ്റി യൂസ് ചെയ്യും, അത്യാവശ്യം നല്ല രീതിക്ക് പാസ് ചെയ്യും, ഇങ്ങനത്തെ എബിലിറ്റി ഒക്കെ ഉള്ള പ്ലെയറാണ്. ആളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഹീസ് റിയലി ഗുഡ്. ഓക്കെ, ഹീസ് റിയലി ഗുഡ്. യുണൈറ്റഡിൽ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്ലെയർ ഒട്ടും നമ്മൾ താഴ്ത്തി കാണേണ്ടതില്ല. ഹീസ് എ റിയലി ഗുഡ് പ്ലെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടെൻഹാഗിൻ്റെ ഒക്കെ സമയത്ത് ആൾ നല്ല പെർഫോമൻസ് ഒരുപാട് തവണ പുറത്തെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൾ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴൊക്കെ തന്നെ മെച്ചൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മിഡ്ഫീൽഡിൽ ഏത് പൊസിഷനും കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പ്യൂർ 6 ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റില്ല, പരിമിതികളുണ്ട്. ഇഫ് ഡബിൾ പിവറ്റിലൊരു പ്രോപ്പർ പാർട്ട്ണർ ഉണ്ടെങ്കിൽ മേ ബി ആൾ കളിച്ചേക്കാം. ഓക്കെ, ഇപ്പോൾ 6 ആയിട്ടും 8 ആയിട്ടും 10 ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഓക്കെ, അപ്പം ഫിസിക്കാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും ആൾ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾ തന്നെ ബോഡി കൃത്യമായിട്ട് യൂസ് ചെയ്ത് ബോൾ ഷീൽഡ് ചെയ്യുന്നതും ടേൺ ചെയ്യുന്ന ആയിട്ടൊക്കെ ഉള്ള വിഷ്വൽസ് എൻ്റെ മൈൻഡിലുണ്ട്. ഓക്കെ, പിന്നെ ആൾ നന്നായിട്ട് ഡ്രിബിൾ ചെയ്യും, മുന്നോട്ട് കയറും, ഫൈനൽ തേർഡിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയറാണ്. കുറച്ച് ഗോൾ സ്കോറിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ ഉള്ള പ്ലെയറാണ്. അതായത് ഷോട്ട് എടുക്കാനും 2 പ്ലെയേഴ്സിനൊക്കെ ഇങ്ങനെ ടേക്ക് ഔട്ട് ചെയ്ത് പോയിട്ട് ഷോട്ട് എടുക്കാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി ഉള്ള പ്ലെയറാണ്. സോ ഇങ്ങനത്തെ ഒരു പ്ലെയർ ബാഴ്സയ്ക്കും ആവശ്യമാണ്.
അപ്പോൾ ബാഴ്സ പ്രോപ്പറായിട്ട് ആ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മന്ത് പ്ലെയർ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഡെപ്തും കിട്ടും, നമുക്ക് അഡീഷണൽ ഒരു പ്ലെയറിങ് കിട്ടും, നമുക്ക് കുറച്ച് ക്വാളിറ്റിയും കിട്ടും, ആ പ്ലെയറിന് മിനിറ്റ്സും കിട്ടും. ഓക്കെ, മിനിറ്റ്സ് കിട്ടുന്നതിലൂടെ 2026 വേൾഡ് കപ്പിനുള്ള ഇംഗ്ലണ്ട് സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പിക്കാനും മേ ബി സ്റ്റാർട്ടർ പൊസിഷനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യാനും കോബി മൈനുവിന് കഴിഞ്ഞേക്കാം. ഓക്കെ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നുണ്ടല്ലോ, ആൾ ബാഴ്സയ്ക്ക് വന്നാൽ ബാഴ്സയ്ക്കും മെച്ചം ആൾക്കും മെച്ചം. അപ്പോൾ ബാഴ്സ മാത്രമൊന്നുമല്ല, ഇഫ് ഈ പ്ലെയർ ജനുവരിയിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ റേസിന് വരാൻ വേണ്ടി പോകുന്നത് വേറെ ടീംസ് വരാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ടീംസ് വന്നു കഴിഞ്ഞാൽ മേ ബി ആൾ അങ്ങോട്ടും പോവാം. കാരണം ബാഴ്സയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചധികം മിഡ്ഫീൽഡേഴ്സ് ഉണ്ടല്ലോ. അപ്പം നമ്പർ ഓഫ് മിഡ്ഫീൽഡേഴ്സ് കുറവായിട്ടുള്ള, തനിക്ക് കോമ്പറ്റീഷൻ കുറവെന്ന് തോന്നുന്ന ഒരു ടോപ്പ് ടീമിലേക്ക് വേണമെങ്കിൽ ആൾ പോവാം. ഓക്കെ, അതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. അപ്പം അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൈനുവിനെ നോക്കാം. പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സ്കൗട്ടിങ്ങിൻ്റെ പ്രശ്നം അത് പറയാം. ഇനി സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യേണ്ട, ഇതിലാണ്ട് പറഞ്ഞു പോവാം. നമ്മുടെ സ്കൗട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഒരുപാട് ടീമുകൾ സൗത്ത് അമേരിക്കയിലൊക്കെ പോയിട്ട് ടോപ്പ് ടാലൻസിനെ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എസ്താവോ വില്യൻ ചുളിവിൽ ചെൽസി കൊണ്ടുവന്നു, നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ഗ്രാബ് ചെയ്തില്ല. പിന്നെ വേറെ ഒരുപാട് പ്ലേയേഴ്സിന്, ഇപ്പം PSG-നെ 2 നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് മൊസ്ക്വേര, ഓക്കെ, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നല്ലോ, മൊസ്ക്വേര എന്ന് തന്നെ തോന്നുന്നു അവൻ്റെ പേര്. അതേപോലെ തന്നെ ബെറാൾഡോ. ഓക്കെ, ഇതൊക്കെ തന്നെ നല്ല പ്ലേയേഴ്സാണ്. പിന്നെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു സമയത്ത് റിവർ പ്ലേറ്റിൽ നിന്ന് നമുക്ക് ഹൂലിയൻ അൽവാരസിനെ കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ മിസ് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ സൗത്ത് അമേരിക്കൻ മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഗ്രാബ് ചെയ്യുന്നില്ല. അവിടെ ടോപ്പ് പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. അവിടുന്ന് എത്ര ടോപ്പ് പ്ലേയേഴ്സാണ് സീരിയയിൽ പോയിട്ട് അവിടെ നിന്ന് പൊന്തി വരുന്നത്. അപ്പം അത്തരത്തിലുള്ള പ്ലേയേഴ്സിന് സൗത്ത് അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒരു സ്കൗട്ടിംഗ് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്ത് സ്കൗട്ട് ചെയ്യാനുള്ള പരിപാടി ബാഴ്സ ചെയ്യണം. ഓക്കെ, അത് വളരെ അർജൻറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ സൗത്ത് അമേരിക്കൻ മാർക്കറ്റ് ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. ഈവൻ നമ്മൾ ആഫ്രിക്കൻ മാർക്കറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇൻ കേസ് ഓഫ് സ്കൗട്ടിംഗ് കിറ്റ്സ്. ഓക്കെ, പക്ഷേ നമ്മൾ സൗത്ത് അമേരിക്കൻ മാർക്കറ്റ് ഒട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അതായത് ബാഴ്സ അത്ലറ്റിക്കിലേക്ക് കുറച്ച് സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വളരെ യങ്ങായിട്ടുള്ള, ഇപ്പം അവർ ബെറാൾഡോനൊക്കെ കൊണ്ടുവന്ന പോലെ, അവർ എസ്താവോനെ കൊണ്ടുവന്ന പോലെ അത്തരത്തിലുള്ള ടാലൻസിനെ ഫൈൻഡ് ചെയ്ത് കൊണ്ടുവരിക. അത്തരത്തിലുള്ള പണി നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ കെൻട്രി പയസ് ഇതൊന്നും എന്താ ബാഴ്സയിലേക്ക് വരാത്തത്? അപ്പം നമ്മുടെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയും മികച്ചതാവേണ്ടതായിട്ടുണ്ട്. അതൊരു കൺസേൺ ആണ്, ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഇനി വേണമെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഫോർട്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. താങ്ക് യു.